ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശരിക്കും ഈ സെക്സിന് വേണ്ടി അത് വേണ്ടി പ്രണയം അല്ല അവിടെ, ഒരാളിൽ ഒരാളിലേക്ക് ഇങ്ങനെ മാറി പോകാനുള്ള ഒരു പ്രവണതയൊക്കെ ചിലപ്പോൾ രാഹു കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ അതാണ് ചിങ്ങൻ രാശിക്കാർ നോക്കാനുള്ളത്. വഴക്കുകൾ ഉണ്ടാകാം. ഇപ്പൊ ഈ ജോലി സ്ഥലത്താണെങ്കിൽ ഈ ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ വരുമല്ലോ, അപ്പൊ അതിനൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു തലവും കൂടി ഉണ്ട്. നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്തുനിന്ന് മാത്രം ആഹാരം കഴിക്കുക. കൂട്ടുകൂടി എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ രാഹു 2-ൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു വിഷമായി മാറാൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. ജ്യോതി മാഡം, ഇപ്പോൾ അടുത്ത് ജസ്റ്റ് കഴിഞ്ഞ ആ രാഹുമാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഓരോ രാശിക്കാർക്കും? അതെ, അപ്പോൾ അത് രാഹു മാറിയത് മീനത്തിൽ നിന്നിരുന്ന രാഹുവാണ് കുംഭത്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഒന്നെന്ന് തന്നെ പിടിക്കാം. മേടൻ രാശിയിലെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? മേടത്തിലെ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ 12 മീനം, 11 കുംഭത്തിൽ നിൽക്കുന്ന രാഹു നിൽക്കുന്ന 11 11 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ലാഭസ്ഥാനാണ്, സുഖസ്ഥാനാണ്, എല്ലാമാണ്. പക്ഷെ അവിടെ നിൽക്കുന്ന ആള് രാഹുവാണ്. അപ്പൊ അതുകൊണ്ട് അവര് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 11 നിൽക്കുന്ന രാഹു അവർക്ക് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ലാഭവും ഒരുപാട് കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് തരും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മൾ കുറച്ച് വീണ്ടും വിചാരമില്ലാതെ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുക. അതുപോലെ സോഷ്യലി ഒക്കെ കുറേ മിംഗ്ലിങ് വരാനും വലിയ വലിയ ആളുകളെ കണ്ടെത്താനും അവരോട് സഹവസിക്കാനും അവിടം വഴി പൈസ കിട്ടാനും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലേക്കൊക്കെ നമ്മൾ പോലും അറിയാതെ പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് ഉപാസനയുടെ അത്യാവശ്യമാണ്. കാരണം രാഹു നമ്മളെ ഏത് തരത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് നമുക്ക് ഇതെല്ലാം കൊണ്ടുവന്ന് തരുന്നേയും ഫെയിം പവറൊക്കെ വരും. അപ്പം അത് 11 നിൽക്കുക എന്നുള്ള ലാഭസ്ഥാനത്തിലേക്കാണ് വരുന്നത്. ലാഭം കൂടും, പക്ഷെ അത് അൺകൺവെൻഷണലായ രീതികളിലൂടെ ആയിരിക്കും ഇതൊക്കെ വരുന്നത്. അപ്പം അതാണ് മേടങ്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടത്. നല്ലതാണ്, പൊതുവേ നല്ലതാണ്, നല്ല എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ സൂക്ഷിച്ചില്ല എങ്കിൽ പിന്നീട് ഈ രാഹു മാറ്റം കഴിഞ്ഞു കഴിയുമ്പോൾ ദുഃഖിക്കേണ്ടി വരും. അതാണ് അവരോട് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഇടവൻ രാശി എന്ന് പറയുമ്പോഴത്തേക്ക് 10 വരുന്നത്. 10 കുംഭം 10 വരും അവർക്ക്. അപ്പം 10 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലാണ്. അപ്പം പ്രവൃത്തി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നല്ല രീതിക്കുള്ള അതായത് അവർ ശരിക്കും വർക്കോളിക്കാവും. വീട് എന്ന് പറയുന്ന സംഭവമൊക്കെ മാറിയിട്ട് ഈ ജോലിയിലേക്ക്, അപ്പോൾ അതുപോലെ മേലധികാരിയുടെ പ്രീതി കിട്ടാനും, അല്ലെങ്കിൽ മേലധികാരി നമ്മളോട് പറയുകയാണ് ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഹൈക്കായിട്ട് കാര്യങ്ങൾ തരാം. അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന ഒരാൾക്ക് വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു സാലറി ആയിരിക്കും ചിലപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും അയാൾക്ക് ആ ജോലി സ്ഥലത്ത് ജോലിയുമായിട്ട് കണക്ട് ചെയ്ത്, അപ്പോൾ അയാൾ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മറന്നിട്ടായിരിക്കും ചിലപ്പോൾ ജോലിയിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലെ താളം തട്ടാം. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ പോകുന്ന ഒരാളെ തീർച്ചയായിട്ടും വൈഫ് അല്ലെങ്കിൽ ഗുരുതുല്യരായവർ, മെൻറ്റർ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പോവണ്ട, ഇത്രയ്ക്ക് വേണ്ട, നിന്റെ കുടുംബം കൂടി നോക്കണം, താൻ ചത്ത് മീൻ പിടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴേ കിട്ടൂ ഇതൊക്കെ, അതുകൊണ്ട് എനിക്കതിന് പുറകെ പോയാൽ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ എവിടെയാണോ നമ്മൾ തൂങ്ങിക്കിടക്കുന്നത് അത് നമുക്ക് പിന്നീട് ലോസായിട്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് ചില പാളിച്ചകൾ പിന്നീട് സംഭവിക്കും. അപ്പം അവരും ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് മിഥുനൻ രാശിക്കാരാണ്. അവർക്ക് 9 വരുന്നത്. അപ്പോൾ 9 വരുന്ന ആൾക്കാർക്ക് ഈ പുറത്തേക്ക് പോകാനുള്ള വിസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പുറത്തേക്ക് നാടുവിടാനുള്ള സംഗതികൾ, അതുപോലെ ദീർഘദൂര യാത്രകൾക്കൊക്കെ പോകാനുള്ളവരാണെങ്കിൽ അതിന് ചില പൈസ കൊടുത്തിട്ട് ശരിയായ രീതിയിൽ പോകാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ അത് കുറച്ച് തടസ്സം, അല്ലെങ്കിൽ കൂടുതൽ പൈസ പോവുക. പിന്നെ 9 ഭാഗ്യമാണ്. അതൊക്കെ ഭാഗ്യാനുഭവങ്ങൾക്ക് അവിടെയാണല്ലോ രാഹു വന്ന് നിൽക്കുന്നത്. അതുപോലെ ചില ആദർശങ്ങളും ചില കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് നമുക്കിനി ആദർശപരമായിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളുടേതാണ് വലുതെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പിടിച്ചു നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ അതാണ് മിഥുനൻ രാശിക്കാരോട് പറയാനുള്ളത്. കാരണം മിഥുനൻ രാശി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കട്ടകശനിയാണ്. പിന്നെ അവർക്ക് വ്യാഴം നിൽക്കുന്നത് അവരുടെ ജന്മവ്യാഴമാണ്. അതിൻ്റെ ഒപ്പമാണ് 9 രാഹുവും കൂടി വന്നത്. അപ്പോൾ രാഹു ചിലപ്പോൾ ചില പ്രോമിസസിൻ്റെ ഒക്കെ പുറകെ പോകാനും അതുപോലെ കുറച്ച് ധൈര്യവും സാഹസികതയൊക്കെ തരാനും ഒക്കെ ഇടയുണ്ട്. നല്ലതും ആണ് ഒരു പരിധി വരെ, പക്ഷെ സൂക്ഷിക്കണം.
പിന്നെ അതുപോലെ പിന്നെ വരുന്നത് മിഥുനം കഴിഞ്ഞാൽ പിന്നെ കർക്കിടകമാണ്. അപ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് അഷ്ടമത്തിലാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു തീർച്ചയായിട്ടും നമുക്ക് ഈ പാരമ്പര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ളതാണെങ്കിൽ അതൊക്കെ പാരമ്പര്യ സ്വത്തുക്കൾ കിട്ടാനുണ്ട്. വല്ല കേസ് വഴക്കുകളൊക്കെ നടന്നിട്ടുണ്ട്, പെട്ടെന്നാണ് അതിൻ്റെ വിധി വരിക. പാരമ്പര്യമായിട്ട് സ്വത്തുക്കൾ പെട്ടെന്ന് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള ഒരു അവസരം വരും അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന സമയത്ത്. പെട്ടെന്ന് പൈസ കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ വരുന്നതും നഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് നമുക്ക് പണ്ടൊരു സർജറിയൊക്കെ പറഞ്ഞതായിരുന്നു, പിന്നെ നമ്മൾ തട്ടിമുട്ടിയൊക്കെ പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും അതിനകത്തുള്ള ഒരു ചാൻസ് ഒക്കെ വരാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേഗം ഡോക്ടറെ കാണുക. പിന്നെ അഷ്ടമം ആയതുകൊണ്ട് നമ്മൾ ഈ ബ്ലാക്ക് മാജിക്കുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനകത്തോട്ട് നമുക്ക് താല്പര്യം വരും ഈ വ്യക്തിക്ക്. അതായത് അയാൾക്ക് തോന്നും ഇങ്ങനെയൊക്കെ പോയാൽ കുറച്ചുകൂടി ഷോർട്ട് കട്ടുകൾ തേടുന്ന ഒരു സ്വഭാവം വരും. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലോട് ഈ വ്യക്തിക്ക് പ്രത്യേക ഒരു മമത ഉണ്ടാവും. അപ്പം അങ്ങനെ പോകാൻ മനസ്സ് തോന്നിയാൽ പിടിച്ചു വലിച്ചോളണം. അതാണ് അവരോട് പറയാനുള്ളത്. കർക്കിടകൻ രാശിക്കാരോട് അതാ പറയാനുള്ളത്. ചിങ്ങൻ രാശിക്കാർക്കാകുമ്പോൾ 7ാം ഭാവത്തിൽ കൂടിയാണ്. 7ആണ് നമ്മുടെ കുംഭം എന്ന് പറയുന്നത് അവരുടെ 7ആണ്. അപ്പം അവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രാഹു ചെയ്യുന്നത് പങ്കാളി 7 എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പം അവിടെ ഈ രാഹു വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വിവാഹിതനാണെങ്കിൽ അയാൾക്ക് മറ്റൊരു പ്രണയം ഉണ്ടാകാം, അതായത് എക്സ്ട്രാ മെറിറ്റ് അങ്ങനെയൊക്കെ വരും എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 99% പറയാം. പിന്നെ നമുക്ക് ഉപാസനയുള്ള ആള്, സത്യനിഷ്ഠയായിട്ട് പോകുന്ന ആള്, ഈശ്വര വിശ്വാസി, അങ്ങനെ ഇണയോട് ഞാൻ വിശ്വാസം കാണിക്കും എന്ന് ദൃഢനിശ്ചയമുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇതൊന്നും ബാധിച്ചെന്ന് വരില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശരിക്കും ഈ സെക്സിന് വേണ്ടി 7 അത് വേണ്ടി പ്രണയം അല്ല അവിടെ. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഇങ്ങനെ മാറി പോകാനുള്ള ഒരു പ്രവണതയൊക്കെ ചിലപ്പോൾ രാഹു കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ അതാണ് ചിങ്ങൻ രാശിക്കാർ നോക്കാനുള്ളത്. അവരതാണ് പറയാനുള്ളത്. പിന്നെ വരുന്നത് കന്നിരാശിക്കാരാണ്. അപ്പോൾ കന്നിരാശിക്കാർക്ക് 6ലാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ 6 എന്ന് പറഞ്ഞാൽ കടം, ശത്രു അങ്ങനെയുള്ളതാണ്. അപ്പോൾ അവർ കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം, ബാങ്കിൽ നിന്ന് ആ കടം കൊടുത്ത് അവിടെ നിന്ന് ഇതെടുത്തു അതെടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ അലർജി, അതുപോലെ ഫോറിനായിട്ട് എന്തെങ്കിലും സംഭവം നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് അതിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വഴക്കുകളുണ്ടാകാം. ഇപ്പം ഈ ജോലി സ്ഥലത്താണെങ്കിൽ ഈ ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ വരുമല്ലോ. അപ്പം അതിനൊക്കെ നമ്മൾ അതിനകത്ത് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പെട്ടുപോകുവാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ന്യൂട്രലായിട്ട് ഒരു പാവം പോലെ നിൽക്കരുത് ഒരിക്കലും. പാവം പോലെ നിന്ന് ഏറ്റവും നൈസായിട്ടുള്ള ആൾക്കാരെ, ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളവർക്കാണ് എല്ലാ വണ്ണറപ്പറ്റിയും വരുന്നത്. അപ്പം അതുകൊണ്ട് അവിടെയും നമ്മളൊന്ന് സൂക്ഷിക്കണം. എവിടെ നിൽക്കണം, എങ്ങനെ പറയണം, അഭിപ്രായം എന്നൊക്കെയുള്ളത് ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് അവരും. പിന്നെ വരുന്നത് തുലാൻ രാശിക്കാരാണ്. തുലാൻ രാശിക്കാർക്ക് 5ലാണ് വരുന്നത്. 5 എന്ന് പറഞ്ഞാൽ മനസ്സാണ്, നമ്മുടെ പൂർവ്വപുണ്യമാണ്, സന്താനമാണ്. അപ്പോൾ സന്താനങ്ങൾ മുഖേന നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സന്താനത്തെ കുറിച്ചോർത്ത് നമുക്ക് സങ്കടം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനസ്സിനൊരു വ്യക്തതയില്ല. സന്താനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു അവ്യക്തത വരുമല്ലോ. പിന്നെ അതുപോലെ ഫാൾസ് ആയിട്ട് 5 എന്ന് പറഞ്ഞാൽ ഗുരു സ്ഥാനീയരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഫാൾസ് ആയിട്ടുള്ള ഗുരുക്കന്മാരെ നമ്മൾ സമീപിക്കാൻ, ചിലപ്പോൾ അവർ നമ്മളിലേക്ക് വരാനും ഒക്കെ, തെറ്റായ ഇൻഫർമേഷൻ തരുന്ന ആൾക്കാർ, തെറ്റായ അഡ്വൈസേഴ്സ്, തെറ്റായ ഗുരുക്കന്മാർ, അങ്ങനെയൊക്കെ അവരിലൊക്കെ ചിലപ്പോൾ ചെന്ന് വിടാനൊക്കെ സാധ്യതയുണ്ട്. അവർ നല്ലവരാണെന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ പിന്നീടായിരിക്കും അതൊക്കെ ഫേക്കാണെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ ഫോണിൽ വഴി നമ്മൾ പണം ഇരട്ടിപ്പ് അങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് ചെന്ന് ചാടരുത്. പിന്നെ വരുന്നത് വൃശ്ചികൻ രാശിക്കാരാണ്. അപ്പോൾ വൃശ്ചികൻ രാശിക്കാർക്ക് വരുന്നത് തീർച്ചയായിട്ടും അവർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. അമ്മ വഴി അമ്മയ്ക്ക് രോഗം, ചിലർക്ക് അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നായിരിക്കും വിഷമം ഉണ്ടാകുന്നത്. ചിലപ്പോൾ അമ്മയുമായിട്ട് കലഹങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും പ്രോപ്പർട്ടിയുടെ അങ്ങനെ ആ കുടുംബമായിട്ടൊരു അസ്വസ്ഥത കേടാണ് അവർ. അതുപോലെ തന്നെ നാൽക്കാലി, ഇപ്പോൾ ഫാമൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവരുടെ പശുക്കളെയോ അല്ലെങ്കിൽ ആ ജീവികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. 4 കാല്, അതെ. പിന്നെ നാൽക്കാലി, അതുപോലെ വാഹനം, അതും 4 കാലാണ്. 2 വീലറല്ല, 4 വീലർ. അപ്പം അതൊക്കെയാണ് ഈ 4ാം ഭാവം കൊണ്ട്. അപ്പോൾ 4 വീലർ ഉപയോഗിക്കുന്ന ആളാണ്. അതിനടിക്കടി പുതിയതൊന്നും വാങ്ങാൻ ഇപ്പം ശ്രമിക്കരുത്. അതാണ് അവരോട് പറയാനുള്ളത്. വൃശ്ചികൻ രാശിക്കാരോട്. അപ്പോൾ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പുതിയ വാഹനം മാറ്റി വാങ്ങാനൊന്നും ശ്രമിക്കരുത്. പിന്നെ അതേപോലെ തന്നെ പുതിയ വീട്, വെറുതെ ആവശ്യമില്ലാത്ത കടകളൊക്കെ എടുത്തു വെച്ച്, ലോണൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീടൊക്കെ മേടിക്കാം. അതൊന്നും അങ്ങനെ ചെയ്യണ്ട. അതൊക്കെ ഒരു ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോൾ അതിലേക്കൊക്കെ പോയിട്ട് നമുക്ക് കാശും മനസ്സും ഒക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള അവസരങ്ങൾ അവിടെയാണ്. 4 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹം, അമ്മ,
വീട്, വാഹനം, നാൽക്കാലി ഇതൊക്കെ വരും. അവിടെ കൊണ്ടായിരിക്കും നമുക്ക് പ്രശ്നങ്ങൾ വരണത്. പിന്നെ വരുന്നത് ധനുരാശിയാണ്. അപ്പം ധനുരാശിക്കാർക്ക് കുറച്ചൊന്ന് ആശ്വസിക്കാൻ സന്തോഷമാണ്. കാരണം മൂന്നിലേക്കാണ് രാഹു വന്നിരുന്നത്. അപ്പം 3-ലെ രാഹു എന്ന് പറയുന്നത് അവർക്ക് ഈ ഇൻ്റർനെറ്റ്, സിനിമ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഉയരാനുള്ള സാധ്യത കൊടുക്കും. അപ്പോൾ അവർ നല്ല രീതിയിൽ ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, മോഡലിങ് അങ്ങനെയൊക്കെയുള്ളവർക്ക് വളരെ അവർ പോലും വിചാരിക്കാത്ത നെയിമും ഫെയിമും പവറും ഒക്കെ വരും. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന്, ഈ നെയിമും ഫെയിമും പവറും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് എയറിലായി പോകരുത്. നമ്മുടെ ചരട് താഴത്തുണ്ടാവണം. നമ്മൾ എവിടെ നിർത്തണം ഇത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായില്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എയറിൽ പോയിട്ട് അവിടെ പൊട്ടിപ്പോകും. താഴത്തെ ഈ രാഹു പോയി കഴിയുമ്പോൾ ചരട് പൊട്ടിയ പട്ടം പോലെ ഒരിടവും ഇല്ലാതെ അലയേണ്ടി വരും. അപ്പം അതാണ് രാഹുവിനെ രാഹു അതാണ് സ്വഭാവം. അവൻ എല്ലായിടത്തും നമ്മളെ 3-ൽ നിൽക്കുന്ന രാഹു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് പവർഫുൾ ആയിട്ട് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മളെ അംഗീകരിക്കുന്നു, ഫെയിം എല്ലാം അങ്ങ് നമുക്ക് തരും. ഇപ്പം സിനിമയൊക്കെ അഭിനയിക്കുന്നവർ അതൊക്കെ പെടും ഇതിനകത്ത്. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സിനിമയൊക്കെ വലിയ അംഗീകാരങ്ങൾ, വലിയ രീതിയിൽ ആൾക്കാർ കാണുന്നു, അങ്ങനെ റീൽസൊക്കെ പോകുന്നു, അതൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ട് വരുന്നു. നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭം വലുതാവുന്നു. അത് വളരെ നല്ലതാണ്. അതിനെ നെഗറ്റീവ് ഒന്നും നമുക്ക് പറയാനില്ല. നെഗറ്റീവ് പറയാനുള്ളത്, അവരോടൊന്ന് നോട്ട് ചെയ്ത് പറയാനുള്ളത്, ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ താഴത്തൊരു റൂട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കണം. നമ്മളൊന്ന് ഓർക്കണം നമ്മളെ തന്നെ. നമ്മൾ ഇത്രയൊക്കെ പോയാലും ഇത് ഈ നെയിം ഫെയിമൊക്കെ എവിടെയെങ്കിലും ഒരു വശം കൈവിട്ട് പോകുമ്പോഴും നമുക്കൊരു മോറൽ വാല്യൂ ഉള്ള ഒരാളായിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ ശ്രമിക്കണം. നമ്മൾ ആരാണ്, എവിടെ ഇതിൻ്റെയൊക്കെ നെയിമും ഫെയിമും ഒക്കെ അതിനുവേണ്ടി ഇങ്ങനെ ചേസ് ചെയ്യും. രാഹു നമ്മളെ ചേസ് ചെയ്യിപ്പിക്കും. അതാണ് രാഹുവിൻ്റെ. കേതു അങ്ങനെയല്ല. കേതു എന്ന് പറയുന്നത്, രാഹു എന്ന് പറയുന്നത് ഈ വേറൊരാളെക്കാൾ ബെറ്റർ ആകാൻ എങ്ങനെ എന്ന് വിചാരിച്ചിട്ടാണ്. രാഹു അങ്ങനെയാണ്. അപ്പം എന്നേക്കാൾ നന്നായ വേറൊരാളുണ്ടെങ്കിൽ അയാളെക്കാൾ നന്നാവാനുള്ള ഒരു ചേസിങ് മോഡലാണ്. അതേസമയം കേതു അങ്ങനെയല്ല. നമ്മളെ എന്താണോ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ നെഗറ്റീവ് സൈഡുകളൊക്കെ നമ്മളെ തന്നെ കാണിച്ചു തരികയും നമ്മളെ പാഠം പഠിപ്പിക്കുകയും നമ്മളെ ഒന്ന് നന്നാക്കി എടുക്കുകയും ചെയ്യുന്നു. ഊതിക്കാച്ചിയ പൊന്നുപോലെ. അതാണ് കേതു. പക്ഷെ രാഹു അതല്ല. അപ്പൊ കേതു എപ്പോഴും നമ്മളുടെ നല്ല വശങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഹാർഡ്ഷിപ്പ് തരുന്നു. രാഹു അങ്ങനെയല്ല, മായികതയും എല്ലാം തന്ന് നമ്മളെങ്ങനെ എയറിലാക്കും. അപ്പം നമ്മൾ ശരിക്കും ഒരു ഉപാസനാ ബലമുള്ള ആളായിരിക്കണം. ഇടയ്ക്ക് പള്ളിയിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് പോവുകയും ജപിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു കണക്ഷൻ വിട്ട് കളയരുത്. ഈ ഫെയിമിൻ്റെയൊക്കെ ആഡംബരങ്ങളിലെല്ലാം ഇങ്ങനെ പോകുമ്പോൾ അത് മറന്നു പോകരുത്. അതാണ് അവരോട് പറയാനുള്ളത്. പിന്നെ 2-ൽ നിൽക്കുക എന്ന് പറയണത് മകരം രാശിക്കാർക്ക്. മകരം രാശിക്കാർക്ക് അവർ 2-ലാണ്. അതായത് കുംഭം എന്ന് പറയുന്നത് മകരത്തിൻ്റെ 2ആണ്. അപ്പം മകരം രാശിക്കാർക്ക് സ്വാഭാവികമായിട്ട് വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച ഏഴര ശനിയൊക്കെ കഴിഞ്ഞ് അവരൊരു 3-ലെ ശനിയൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. അവർക്കിപ്പോൾ 2-ലേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു ഹൈക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ബ്ലാക്ക് മാജിക്, അതുപോലെ തന്നെ കൈവശം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളിൽ പോകാനും ശത്രുക്കൾ കൂടുകയും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു തലവും കൂടി ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്തുനിന്ന് മാത്രം ആഹാരം കഴിക്കുക. കൂട്ടുകൂടി എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ രാഹു 2-ൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു വിഷമായി മാറാൻ, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ അതൊരു ശ്രദ്ധ അവർക്ക് വേണം, മകരം രാശിക്കാർക്ക്. പിന്നെ വരുന്നത് കുംഭൻ രാശിക്കാരാണ്. കുംഭൻ രാശിക്കാർക്ക് സ്വന്തം രാശിയിലാണ് ശക്തിയായിട്ടാണ് രാഹു നിൽക്കുന്നത്. അപ്പം ധനമൊക്കെ വന്നു ചേരും അവർക്ക്. പിന്നെ അവരോടത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ തന്നെ എന്തെങ്കിലുമൊക്കെ ഗോസിപ്പുകളോ ആരെങ്കിലും പറ്റി കുറ്റം പറയുകയോ ആരെങ്കിലും ഡിഗ്രേഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുകയോ ഗോസിപ്പ് ഇറക്കുകയോ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചൊറിയണ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചിങ്ങോട്ട് വരും. ശരി. അപ്പം അത് കൊടുത്തത് ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് ആ സമയത്ത് വരും. അപ്പം അതുകൊണ്ട് ആ ഒരു കാലം അതിനെയൊക്കെ നമ്മളൊന്ന് നീറ്റായിട്ട് കൈകാര്യം ചെയ്ത് നമ്മളൊന്ന് എല്ലാവരും കുറച്ച് സത്യസന്ധതയും കാര്യങ്ങളും ആരെയും ഉപദ്രവിക്കാതെ നിൽക്കാൻ പഠിക്കണം. എന്നാൽ കുംഭം നല്ല രീതിക്ക് പോകും. കുംഭത്തിൽ നിൽക്കുന്ന കുംഭൻ രാശിക്കാർക്ക് അത്രയാണ്. പിന്നെ മീനൻ രാശിയാണ്. അപ്പം മീനൻ രാശി എന്ന് പറഞ്ഞാൽ 12ആണ്. അപ്പോൾ വിദേശത്തു നിന്ന് ധനം വരാം, വിദേശബന്ധമുള്ള കച്ചവടങ്ങളിൽ ലാഭം ഉണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്കുള്ളത്. അപ്പം എല്ലാം കൊണ്ടും രാഹു ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും രാഹുവിൻ്റെ തനതായ കുറേ സാഹസികതയും ഉത്സാഹവും അതിര് കവിഞ്ഞ ആവേശവും ഒക്കെ തരും. അത് നല്ല ഭാവങ്ങൾ 3, 6, 11 അങ്ങനെയുള്ള 10, 11 ഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന രാഹു ഈ കാലയളവിൽ നമ്മൾ പോലും വിചാരിക്കാത്ത വിധത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കും.
ആ സമയത്തൊക്കെ നമ്മൾ ഒരു സ്പിരിച്വൽ കണക്ഷനും കൂടി നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ രാഹു ഒരിക്കലും സ്പിരിച്വാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് നമ്മൾ ബലമായി ബോധപൂർവം നമ്മൾ അതിനകത്തോടെ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പലപ്പോഴും കാലിടറി ഈ 18 മാസം കഴിയുമ്പോൾ ഇയാൾ പോകും. അപ്പോഴത്തേക്ക് നമ്മളപ്പോഴും ജീവിക്കണം. അതാണ് ഇപ്പൊ 7-ൽ രാഹു നിൽക്കുന്ന ആള് തീർച്ചയായിട്ടും പല പ്രണയങ്ങളിലൊക്കെ പോയിട്ട് പിന്നെ പ്രണയം എല്ലാം തേപ്പും കഴിഞ്ഞ് അവരവരുടെ പാട്ടിന് പോയി കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവരെ വട്ടിയായിട്ട് നിൽക്കും. മനസ്സിലായോ? വീട്ടിനകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ലൈഫ് പോകും. അപ്പൊ ഇതൊക്കെ ഉള്ളതാണ് എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ വീട്ടിലൊരു ഭാര്യയുണ്ട്, അവരോട് നീതി പുലർത്തണം. എനിക്കിപ്പോൾ ഇങ്ങനെ പല അവസരങ്ങളും വീണ് കിട്ടും, അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ഒരു മാന്യമായ രീതിയിൽ ഡീൽ ചെയ്യാനൊക്കെ പഠിക്കണം. അതാണ് ഈ രാഹു മാറ്റം കൊണ്ടുള്ള എല്ലാ ഗ്രഹങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ ഉപദേശം. നന്ദി മാഡം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.